മാർക്കറ്റിൽ ഇഷ്ടം പോലെ പുതിയ സൺസ്ക്രീൻ ഇറങ്ങുന്നുണ്ട്. ഹൗ ഡു വി നോ വിച്ച് ഇസ് ദി ബെസ്റ്റ് വൺ ഫോർ us? ഞാൻ പുതിയൊരു 5 സൺസ്ക്രീൻ ട്രൈ ചെയ്തു. സോ യു ഡോണ്ട് ഹാവ് ടു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഇനി കുറച്ച് പുതിയ സൺസ്ക്രീൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഞാൻ ഈ ചാനലിൽ ഇതിനു മുന്നേ പോപ്പുലർ ആയിട്ടുള്ള കുറേ സൺസ്ക്രീൻസ് ടെസ്റ്റ് ഔട്ട് ചെയ്ത് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് 20+ സൺസ്ക്രീൻസിൻ്റെ റിവ്യൂ ഓൾറെഡി അപ്ലോഡഡ് ആണ്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഇനി അതൊന്നുമല്ല, പുതിയ സൺസ്ക്രീൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ ഒരു ബെസ്റ്റ് സൺസ്ക്രീൻ എന്തായാലും ഉണ്ട് കേട്ടോ. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ്, കുറേ പേര് എൻ്റെ അടുത്ത് റിവ്യൂ ചോദിച്ചൊരു പ്രൊഡക്റ്റാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ജെൽ സൺസ്ക്രീൻ. ഇത് കുറച്ച് നാളായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്, പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ഇതിന് മുന്നേ ഇത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. സോ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്തു. ഇറ്റ് ഈസ് ആൻ അഫോർഡബിൾ സൺസ്ക്രീൻ. ഓൾമോസ്റ്റ് ഒരു 300 rupees നമുക്കിത് ആഫ്റ്റർ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. SPF 55+ ആണ് ഇതിന് വരുന്നത്. വാട്ടർ റെസിസ്റ്റൻ്റ് എന്നും മെൻഷൻഡ് ആണ്. ഇതിൽ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ, ലൈക്ക് ഗ്ലിസറിൻ. സോ കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണിത്. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു തിക്ക് ജെൽ ക്രീം ടെക്സ്ചറാണ് ഉള്ളത്. ആൻഡ് ഒരു നാച്ചുറൽ മാറ്റ് ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഐ വുഡ് പേഴ്സണലി സജസ്റ്റ് ഇതൊരു നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഓർ മേ ബി ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീൻ ആണ്. പക്ഷേ എന്നെപ്പോലെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഇത് കുറച്ചൊരു തിക്കേഴ്സ് ആയിട്ട് കുറച്ചൊരു ഹെവിയർ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെങ്കിൽ ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് മേടിച്ചു. അടുത്തത് ഒരു റീസെൻറ്റ് ലോഞ്ചാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മാംഗോ സൺസ്ക്രീൻ ആണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് 80 gram ഓഫ് പ്രൊഡക്റ്റ് ആട്ടോ. എനിക്ക് തോന്നുന്നു ഡോട്ട് ആൻഡ് കീയുടെ 50 gram ഓഫ് പ്രൊഡക്റ്റിനെക്കാളും 80 gram ഓഫ് പ്രൊഡക്റ്റ് മേടിക്കുന്നതാണ് കുറച്ചുകൂടി ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. ആൻഡ് ഇത് തന്നെ നിങ്ങൾക്ക് ബോഡി സൺസ്ക്രീനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഇങ്ങനെ മേടിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർന്ന്. ഓരോ ടൈമിൽ ഓരോ ഇൻഗ്രീഡിയൻറ്റ് ഓർ ഓരോ ഫ്രൂട്ടൊക്കെയാണ് ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്നത്. ഇപ്പം മാംഗോ ആണ് ട്രെൻഡിലുള്ളൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത്. കുറേ സ്കിൻ കെയർ ലിപ് ബാംസ് ഒക്കെ കണ്ടു ഞാൻ മാംഗോ വേരിയൻറ്റിൽ. ഈ ഒരു സൺസ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ ആൽഫ അബ്യൂട്ടിനും നയാസിനമൈഡും മാംഗോ എക്സ്ട്രാക്റ്റും ഉണ്ട് കേട്ടോ. ആൻഡ് ഇതൊരു ഡീടാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടാണ് അവർ സെൽ ചെയ്യുന്നതും. ഈ പറഞ്ഞ ആൽഫ അബ്യൂട്ടിനും നയാസിനമൈഡും ഒക്കെ നമ്മുടെ ടാൻ സ്കിന്നിനെ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ടാൻ ആവാതെ കുറച്ചൊന്ന് നോക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ആൽഫ അബ്യൂട്ടിനൊക്കെ പിഗ്മെൻറ്റേഷന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവാണ്. സോ ഐ തിങ്ക് ബിക്കോസ് ഓഫ് ദാറ്റ് ആണ് അവർ ഡീടാൻ സൺസ്ക്രീൻ എന്ന് പറഞ്ഞത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ജെൽ ക്രീം ടെക്സ്ചറിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഫിനിഷ് ഒരു നാച്ചുറൽ ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻസ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ഇതിന് മുന്നേ ഉള്ള എൻ്റെ സൺസ്ക്രീൻ വീഡിയോ ഒക്കെ കണ്ടിട്ടെങ്കിൽ മനസ്സിലാവും. ഡോട്ട് ആൻഡ് കീയുടെ 2 സൺസ്ക്രീൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ് ഇസ് ദി വാട്ടർമെലൺ സൺസ്ക്രീൻ ആൻഡ് ദി ബ്ലൂബെറി സൺസ്ക്രീൻ. രണ്ടും എനിക്കിഷ്ടമാണ്. വാട്ടർമെലൺ ഇസ് മോർ ലൈക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റർ ആണ്, കുറച്ചുകൂടി ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. പക്ഷേ ബ്ലൂബെറി വൺ ഇസ് കുറച്ചുകൂടെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഡ്രൈ സ്കിൻ നോർമൽ സ്കിന്നൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഐ തിങ്ക് ദിസ് വൺ ഇസ് സംവെയർ ഇൻ ബിറ്റ്വീൻ ദാറ്റ്. ഇത് രണ്ടിനും ഇടയ്ക്കുള്ളൊരു കൺസിസ്റ്റൻസിയും ഫിനിഷൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ലൊരു സൺസ്ക്രീനാണ്, അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആട്ടോ. പക്ഷേ ഐ വുഡ് സേ ഓയിലി ഓർ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ടൈപ്പൊക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചൊരു എന്താ പറയുക കുറച്ചുകൂടെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വരും. ഐ വുഡ് സേ ഇത് കുറച്ചുകൂടെ കോമ്പിനേഷൻ നോർമൽ ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് ഒരു ഓയിലി സ്കിന്നാണ് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് സൺസ്ക്രീൻ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ആസ് യൂഷ്വൽ ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ദിസ് ഓൾസോ കംസ് ഇൻ ദാറ്റ് ലിസ്റ്റ്. അടുത്തത് ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ട് കുറച്ചൊന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൺസ്ക്രീനാണ്. ഇത് ബി ബോഡി വൈസിൻ്റെ അൾട്രാ ലൈറ്റ് സൺസ്ക്രീനാണ് വിത്ത് SPF 50+. ഇതും ഒരു ഹൈബ്രിഡ് സൺസ്ക്രീനാണ്. ഇതിൽ നയാസിനമൈഡും സിക്ക എക്സ്ട്രാക്റ്റും ഒക്കെ ഉണ്ട്. ഇതിലും വാട്ടർ റെസിസ്റ്റൻറ്റ് ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ് എന്ന് മെൻഷൻഡ് ആണ്. പിന്നെ ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആൻറ്റി ആക്നെ ടെക്നോളജി എന്ന് മെൻഷൻഡ് ആണ്. സോ എനിക്കൊന്ന് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ദിസ് വിൽ വർക്ക് ഫോർ യു. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കൂളിംഗ് സെൻസേഷൻ ഉണ്ട് കേട്ടോ, വിച്ച് ഇസ് റിയലി നൈസ്. ഇനി ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് ജെൽ ക്രീം, വെരി ലൈറ്റ് ജെൽ ക്രീം ടെക്സ്ചറാണ് ഉള്ളത്. ആൻഡ് ഇറ്റ് ഫീൽസ് വെരി ലൈറ്റ് ഓൺ ദ സ്കിൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ടെക്സ്ചർ. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു നാച്ചുറൽ
സംവെയർ ടുവേർഡ്സ് എ ലൈറ്റ് ഒരു ഡ്യൂയി നാച്ചുറൽ അങ്ങനത്തെ ഒരു ഫിനിഷാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനിഷ് ഇസ് ഓൾസോ റിയലി നൈസ്. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ആൻഡ് ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് സൺസ്ക്രീൻ. ഇത് കുറേ പേര് കൊറിയൻ സൺസ്ക്രീനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ പേഴ്സണലി കൊറിയൻ സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സോ ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. പക്ഷേ ആസ് സച്ച് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് നല്ലൊരു സൺസ്ക്രീൻ ആയിട്ട് തോന്നി. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. സോ ഓയിലി, ആക്നെ പ്രോൺ, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കൊക്കെ നല്ലപോലെ ചേരാൻ പോകുന്ന ഒരു സൺസ്ക്രീനാണിത്. നെക്സ്റ്റ് 52 സൺഡേസിൻ്റെ ഈ ഒരു കൊളാജൻ ഗ്ലോ സൺസ്ക്രീൻ ആണ്. ഇതും SPF 50+ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡും അത്യാവശ്യം കുറച്ച് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് ആട്ടോ 52 സൺഡേസ്. ഇവർ സൺസ്ക്രീൻ വെച്ച് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 സൺസ്ക്രീൻസും 2 സൺസ്ക്രീൻ സ്പ്രേസും ഉണ്ട് ആൻഡ് ഇപ്പോൾ അവരൊരു ലിപ് ബാമും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇഫ് ഐ എം നോട്ട് റോങ്. കമ്മിങ് ബാക്ക് ടു ദി സൺസ്ക്രീൻ, ഇതൊരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത് കൊളാജനും സെറമൈറ്റ്സും വൈറ്റമിൻ B5 ആണ്. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് ജെൽ ക്രീം ടെക്സ്ചറാണ് ഇതിനുള്ളത്. വെരി ലൈറ്റ് വെയ്റ്റ് ഓൺ ദി സ്കിൻ. ആൻഡ് ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു മാറ്റ് ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് വാസ് റിയലി സർപ്രൈസിങ് ഫോർ മീ ബിക്കോസ് ഇതിൽ ആക്ച്വലി കൊളാജൻ ഗ്ലോ എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻഗ്രീഡിയൻസിൽ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഈവൻ ദി കൺസിസ്റ്റൻസി ഓൾസോ കുറച്ചൊരു ലൈറ്റ് ജെൽ ക്രീം പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊരു മാറ്റിഫൈയിങ് ഫിനിഷ് ആട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് സർപ്രൈസിങ് ഫോർ മീ. ഞാൻ അത്ര ഒരു മാറ്റിഫൈയിങ് സൺസ്ക്രീൻ്റെ ഫാൻ അല്ല, പക്ഷേ സ്റ്റിൽ ഐ റിയലി ലൈക്ക് ദിസ്. ഓക്കെ, നല്ലൊരു സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് മാറ്റിഫൈയിങ് ആയിട്ടുള്ള സൺസ്ക്രീൻ വേണമെന്നാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ. പക്ഷേ ഇവരിതിൽ മോയ്സ്ചറൈസ് പ്ലസ് പ്രൊട്ടക്റ്റ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ ഒരു മോയ്സ്ചറൈസിങ് സൈഡ് അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നിയില്ല കേട്ടോ. ബിക്കോസ് ഇഫ് യു ഹാവ് എ ഡ്രൈ സ്കിൻ ആൻഡ് ദെൻ യു ബൈ ദിസ്, നിങ്ങൾക്ക് എന്തായാലും ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടേ ഇത് ഇടാൻ പറ്റുള്ളൂ. ആസ് ഐ സെഡ്, ഇതൊരു മാറ്റ് ഫിനിഷ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത്ര ഒരു മോയ്സ്ചറൈസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ജെൽ ക്രീം ടെക്സ്ചറും മാറ്റ് ഫിനിഷും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐ തിങ്ക് ദിസ് ഇസ് ദി ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് പീപ്പിൾ. അടുത്തത് വിത്തിൻ ബ്യൂട്ടിയുടെ ഈ ഒരു ഇൻവിസിബിൾ സൺസ്ക്രീൻ ആണ് കേട്ടോ. എഗെയിൻ ഇതും കുറച്ചൊരു ന്യൂവർ കോൺസെപ്റ്റ് ആണ് ഇൻവിസിബിൾ സൺസ്ക്രീൻ. ഇതും ഒരു ഹൈബ്രിഡ് സൺസ്ക്രീൻ ആണ്. ഇതിൽ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെറമൈറ്റ്സും സ്ക്വാലീനും വൈറ്റമിൻ ഇയും ആണ്. ടെക്സ്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു സിലിക്കോൺ പ്രൈമർ ഒക്കെ പോലെ കുറച്ചൊരു ഇൻവിസിബിൾ ഓർ ഒരു ക്ലിയർ ജെൽ പോലത്തെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഫിനിഷിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ബ്ലേർഡ് നാച്ചുറൽ ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്കിന്നിനൊന്നും ബ്ലർ ഔട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ ഡൈമെത്തിക്കോൺ ഉണ്ട്, ദാറ്റ് ഇസ് സിലിക്കോൺ ഉണ്ട്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് silicone is a huge problem in skincare, so if you don't mind you can use it. And of course നമ്മളിപ്പം ഏതൊരു ബ്ലറിങ് പ്രൈമർ ഓർ പോർ മിനിമൈസിങ് പ്രൈമർ എടുക്കുകയാണെങ്കിൽ അതിലും സിലിക്കോൺ ഓർ ഡൈമെത്തിക്കോൺ ഉണ്ട്. സോ യാ, ഇഫ് യു ഡു നോട്ട് മൈൻഡ് ദാറ്റ് ദെൻ യു ഷുഡ് നോട്ട് ബി മൈൻഡിങ് ദിസ് ടു ഐ ഫീൽ. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ് വർക്ക്സ് ലൈക്ക് എ മേക്കപ്പ് പ്രൈമർ ടു ആൻഡ് ഐ ടോട്ടലി അഗ്രി ടു ദാറ്റ്. ഇതിൽ ഡൈമെത്തിക്കോൺ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ പോലെ ഇത് വർക്ക് ചെയ്യും കേട്ടോ. സോ എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു എവറി ഡേ യൂസിന് ഇത് പ്രിഫർ ചെയ്യുമോ ചോദിച്ചാൽ നോ, ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഈ മേക്കപ്പ് ഇടുന്ന ദിവസമൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ട്യൂബിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാണ്. കുറച്ച് തിക്കർ കൺസിസ്റ്റൻസിയാണ് ആൻഡ് ഈ ട്യൂബും കുറച്ചൊരു ഹാർഡാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ ഇത് ഞെക്കി എടുക്കാൻ ഇത് പ്രൊഡക്റ്റ് പുറത്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഐ തിങ്ക് കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ആസ് ഐ സെഡ്, മേക്കപ്പ് ഇടുന്ന ദിവസമായിരിക്കും ഇത് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ ഇതിനു മുന്നേ സൺസ്ക്രീൻ റീഅപ്ലിക്കേഷൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണിച്ചൊരു പ്രൊഡക്റ്റാണ്. സോ എനിക്ക് ഈ വീഡിയോയിൽ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. ഇറ്റ് ഇസ് ദിസ് സൺസ്ക്രീൻ സ്പ്രേ ഫ്രം 52 സൺഡേസ്. ഇത് ക്ലിയർ ഗ്ലോ SPF മിസ്റ്റ് ആണ്. SPF 50+ ഉണ്ട്. ഇതിൽ റൈസ് വാട്ടറും വൈറ്റമിൻ ഇയും ആണ് കീ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഇതിൽ ഹൈലറോണിക് ആസിഡും മൾബറി എക്സ്ട്രാക്റ്റും അലോവേര എക്സ്ട്രാക്റ്റും ഉണ്ട്. സൺസ്ക്രീൻ ജസ്റ്റ് ഒരു ടൈം മാത്രം അപ്ലൈ ചെയ്താൽ പോരാ. സൺസ്ക്രീൻ എന്തായാലും നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ആൻഡ് സൺസ്ക്രീൻ റീഅപ്ലിക്കേഷന് എൻ്റെ നമ്പർ 1 ചോയ്സ് ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ് കേട്ടോ. ഈ ഒരു സ്പ്രേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഇതിൻ്റെ മിസ്റ്റ് ഓർ ഇത് ഫൈനായിട്ടാണ് സ്പ്രേ ചെയ്യുന്നത്. സോ നല്ലപോലെ സൺസ്ക്രീൻ നമ്മുടെ മുഖത്ത് സ്പ്രെഡ് ആവും. ആൻഡ് ജനറസ് ആയിട്ട് അപ്ലൈ ചെയ്താലും ഇത് അത്യാവശ്യം നാളെ യൂസ് ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റി ഉള്ളതുപോലെ എനിക്ക് തോന്നി കേട്ടോ. പ്രൈസിന് എനിക്കിത് വർത്തിട്ടായിട്ട് തോന്നി. നല്ലൊരു പ്രൊഡക്റ്റാണ്. ആൻഡ് റൈസ് വാട്ടർ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇത് മേടിക്കാൻ കാരണം. ഇതിൻ്റെ ഗ്ലോ പ്ലസ് ഓർ പിങ്ക് വേരിയൻറ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റൈസ് വാട്ടർ വേണ്ടെന്നാണെങ്കിൽ അതും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു സൺസ്ക്രീൻ സ്പ്രേ ആണ്. ആൻഡ് ഞാൻ എടുത്തു പറയുന്നത് ഇത് പ്രൈമറി സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് അല്ല, റീഅപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും